അതുതന്നെയാണ് ശ്രുതി. തലയോലപ്പറമ്പിലുള്ള ഈ വീട്ടിൽ നിന്നാണ് 2 ദിവസം മുൻപ് ബിന്ദു ഇത്തരത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയത്. ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ മകൾക്കൊപ്പം കൂട്ടിരിപ്പുകാരിയായി പോയതാണ്. ഭർത്താവ് വിശ്രുതനും ഒപ്പമുണ്ടായിരുന്നു. ആ വീട്ടിലാണ് ഇപ്പോൾ ഇത്തരമൊരു ദുഃഖവാർത്ത എത്തിയിരിക്കുന്നത്. 2 ദിവസം മുൻപ് വരെ ഈ തലയോലപ്പറമ്പിലുള്ള വസ്ത്രവ്യാപാര രംഗത്ത് ഒക്കെ തന്നെ അവിടെ പോവുകയും ചെയ്തിരുന്നു, അവിടെ ജോലിക്ക് പോവുകയും ചെയ്തിരുന്നു. പക്ഷേ ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് പോയത്. ജോലിയിൽ താൽക്കാലികമായി ലീവ് എടുത്തത്. എത്രയും പെട്ടെന്ന് ചികിത്സ പൂർത്തിയാക്കി തിരിച്ചെത്തും എന്ന് ജീവനക്കാരോടൊക്കെ തന്നെ പറഞ്ഞിരുന്നു. മാത്രമല്ല, മകളുടെ ആരോഗ്യ വിവരം സംബന്ധിച്ച് അടുത്ത സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പ്രദേശവാസികളോടും ഒക്കെ തന്നെ ഫോൺ വിളിക്കുമ്പോൾ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നുമുണ്ടായിരുന്നു. അത്തരത്തിൽ ഇന്ന് രാവിലെയും ഒക്കെ തന്നെ പലരെയും വിളിച്ചതുമാണ്. അതാണ് നേരത്തെ ഈ സഹപ്രവർത്തകരൊക്കെ തന്നെ ഓർത്തത്. അവരോടൊക്കെ തന്നെ ഇന്ന് രാവിലെയും ഇന്നലെയും ഒക്കെ തന്നെ ബിന്ദു സംസാരിക്കുകയും ചെയ്തിരുന്നു. മകളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നു. മറ്റ് വിശേഷങ്ങളൊക്കെ തന്നെ ഫോൺ വെച്ച ആളാണ് ബിന്ദു. അത്തരത്തിലുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരി അല്ലെങ്കിൽ സഹപ്രവർത്തകയാണ് അവർക്ക് അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ ഞെട്ടലിൽ നിന്ന് ഇതുവരെ ഈ ഒരു സ്ഥലം അല്ലെങ്കിൽ ഈ ഒരു ഒപ്പമുണ്ടായിരുന്ന ആളുകളൊന്നും തന്നെ ആ ഒരു ഞെട്ടലിൽ നിന്ന് ഇതുവരെ മോചിതരായിട്ടില്ല. നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ അറിയായിരുന്നോ? പിന്നെ ഞാനിവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്നു 2005-10 കാലയളവിൽ. അപ്പോൾ ഈ വീടുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. ഇപ്പോൾ ഇവിടെ കിടന്ന് കരയുന്ന അമ്മ എന്നെ ഒരു മോളെ പോലെയാണ് കണ്ടേക്കണത്. എവിടെ വെച്ച് കണ്ടാലും എൻ്റെ തലയിൽ തൊട്ട് എനിക്ക് അനുഗ്രഹം തരും. നല്ല സ്നേഹനിധിയായ അമ്മയാണ്. അതുപോലെ തന്നെ ബിന്ദുവും അതുപോലെ തന്നെയാണ്. ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരോടും പെരുമാറുക, ആരോടും ഒരു വഴക്കുമില്ല, ഒന്നുമില്ല. പിള്ളേരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് മോള് നേഴ്സിങ്ങിന് പഠിക്കുന്നു, മോൻ എറണാകുളത്തൊരു പ്രൈവറ്റ് ജോബാണ്. നല്ലൊരു കുട്ടിയാണ്. കഴിഞ്ഞ ദിവസവും ഞാൻ തലയോലപ്പറമ്പ് ശിവാസിലാണ് ജോലി നോക്കുന്നത്, ടെക്സ്റ്റൈൽസിൽ. അവിടെ പോയി ഞാൻ കണ്ടതാണ്. നന്നായിട്ട് വർത്താനം പറഞ്ഞ് ചിരിച്ച് പിരിഞ്ഞതാണ്. ഇപ്പോൾ ഇത് കേട്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. ഞാൻ മഹിളാ സാഗസ് കേരള യാത്രയുമായിട്ട് ജെബിമേത്ര എംപിയുടെ ഒപ്പം കാലമായിട്ട് ഇവിടെ തന്നെയാണോ താമസിക്കുന്നത്? ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. ഞാൻ ആദ്യമായിട്ട് 2005-10 ജനപ്രതിനിധി ഈ വാർഡിൽ നിന്നാണ്, ഉമ്മാങ്കുന്ന് വാർഡ് 4ാം വാർഡ്. അതുതന്നെയാണ് നാട്ടുകാർക്കൊക്കെ തന്നെ അത്രയും പ്രിയപ്പെട്ട ഒരാളാണ് ബിന്ദു. എത്രയോ കാലമായി അവർക്ക് പരിചയമുള്ള ആളാണ്. വർഷങ്ങളായി ഇവിടെ തന്നെയാണ് താമസം. അത്തരത്തിൽ ഈ നാട്ടുകാർ തന്നെയാണ് ബിന്ദു. അങ്ങനെ ബിന്ദുവിൻ്റെ ഭർത്താവിനും മക്കൾക്കുമൊപ്പം ബിന്ദുവിൻ്റെ അമ്മയും ഇതേ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ ബിന്ദുവും അതോടൊപ്പം തന്നെ ഭർത്താവും ഒക്കെ തന്നെ ജോലിക്ക് പോകും. ബിന്ദു ഇവിടെ തൊട്ടടുത്ത് തലയോലപ്പറമ്പിലുള്ള ശിവാസ് എന്ന് പറയുന്ന ഒരു വസ്ത്ര വ്യാപാര കടയിലാണ്, അവിടെയാണ് ജോലി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഭർത്താവ് കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. എല്ലാ ദിവസവും രാവിലെ കെട്ടിട നിർമ്മാണ തൊഴിലിന് പോകും. മകൾ കാഴ്ചയാണ് വീട്ടിൽ നിന്നും